ദേശാഭിമാനി അവതരിപ്പിക്കുന്നു എം മുകുന്ദൻ്റെ വിഖ്യാത നോവൽ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. സെനോഗ്രാഫി ആൻഡ് ഡയറക്ഷൻ എമിൽ മാധവി. പണ്ട്, അതായത് ദാസന്റെ പിറവിക്ക് മുൻപ്, അന്ന് വിശാലമായ രൂതരസ് ഡാംസ് നിരപ്പില്ലാത്തതും കുടുസുമായ ഒരു നിരത്തായിരുന്നു. രൂ ദെ ല പിർസാം, രൂ ദ്യു ഗവൺമോം തുടങ്ങിയ മറ്റു നിരത്തുകളും അതുപോലെ തന്നെയായിരുന്നു. പാതാറിൽ കടലിനെയും പുഴയെയും കരയുമായി വേർതിരിക്കുന്ന വെളുത്ത മതിലോ അതിനരികിൽ അണിനിരന്ന് നിന്ന് സമുദ്രത്തെയും നദിയെയും പ്രകാശിപ്പിക്കുന്ന വൈദ്യുത വിളക്കുകളോ അന്നുണ്ടായിരുന്നില്ല. പ്രധാന നിരത്തുകളിൽ മാത്രം വളരെ ദൂരം ഇടവിട്ട് നാട്ടിയ മരക്കാലുകളിൽ എണ്ണ വിളക്കുകൾ മുനിഞ്ഞു കത്തുമായിരുന്നു. പാതിരാവിന് മുമ്പ് തന്നെ കരിന്തിരി കത്തിക്കെട്ട് മയ്യഴിയെ ഇരുട്ടിൽ ആഴ്ത്തുകയും ചെയ്യും. അന്ന് പരന്തരീസുകാർക്കെതിരായി ജനരോഷം ഉയർന്നു കഴിഞ്ഞിരുന്നില്ല. മയ്യഴിയുടെ മക്കൾ അനുസരണയുള്ള കുഞ്ഞാടുകളായിരുന്നു. അവർ അധ്വാനിക്കുകയും തിന്നുകയും ഉറങ്ങുകയും മാത്രം ചെയ്യുന്ന വളർത്ത മൃഗങ്ങളായിരുന്നു. കാലം മയ്യഴിയുടെ തീരങ്ങളിൽ അവതരിപ്പിച്ച മഹാനാടകത്തിൽ അവർ വേഷം കെട്ടിയാടി.
പെറ്റിച്ച് ഇപ്പം വരും. അറിയില്ല മോളെ, സാരില്ല സാരില്ല, അറിയില്ലേ ദാമു ഇത് ദാമു, നീ ഇത് എവിടെയാ? ഹൗസിന് നമ്പർ തുടങ്ങി. കുഞ്ഞാനമ്മേ, 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 മോളെ കുഞ്ഞാനമ്മേ, ഞാനാ ഞാനാ ദാമു. ആരാരെഴുതുന്ന ദാമു? കുഞ്ഞാനമ്മ, നിങ്ങളൊന്ന് വാതിൽ തുറക്ക്. കൗസന് നൊമ്പരം തുടങ്ങി. എന്റെ കുഞ്ഞാനമ്മേ. ജീവബീജത്തിൻ്റെ നിറവും
ക്രൗഞ്ചദ്വീപിൻ്റെ നിശബ്ദതയുമാർന്ന ഒരു പ്രഭാതത്തിലായിരുന്നു ദാസൻ്റെ ജനനം. അതിഭൗതിക രഹസ്യങ്ങളെ ഗർഭം ധരിച്ച് കിടക്കുന്ന സമുദ്രത്തിൽ അകലെ സ്ഥിതി ചെയ്യുന്ന ജന്മങ്ങൾക്കിടയിലെ ആത്മാവുകളുടെ വിശ്രമസ്ഥലമായ വെള്ളിയാങ്കലിൽ നിന്ന് ഒരു തുമ്പി മയഴിലേക്ക് പറന്നു വന്നു. ജീവിച്ച് ഞാൻ തളർന്നിരിക്കുന്നു. വെള്ളിയാങ്കല് എന്നെ വിളിക്കുന്നു. നനക്കും ആഗ്രഹമുണ്ട് കുഞ്ഞിത്തിരുതേ. ദാമോട്ടൊന്ന് ചോദിക്കട്ടെ. ദാമോ, ഞാൻ കാറ് കാണാൻ പോട്ടേടാ. വൈകിട്ടാവട്ടെ. കോഴി വാരി എറിഞ്ഞ വീഴാത്ത എത്ര ആളുണ്ട് അവിടെ കടപ്പുറത്ത്. ദാമു, നമുക്ക് ആണോ? എവിടെയാ? എങ്ങോട്ടാ? എങ്ങോട്ട്? എവിടെ? Des yeux qui font baisser les miens, un rire qui se perd sur sa bouche. Voilà le portrait sans retouche de l'homme auquel j'appartiens. Quand il me prend dans ses bras, il me parle tout bas, je vois la vie en rose. Il me dit des mots d'amour, des mots de tous les jours, et ça me fait quelque chose. Il est entré dans mon cœur une part. മൂപ്പൻ സാഹിബിനല്ലാതെ വേറെ ആർക്കും കാറുണ്ടായിരുന്നില്ല. ആബുദ് സാഹിബ്, ഡോക്ടർ ലെസ്ലി സാഹിബ്, മേയർ ചേക്കുമൂർ, കുഞ്ഞിക്കണ്ണൻ, ഇവരെല്ലാം കുതിരവണ്ടിയിൽ സഞ്ചരിച്ചോണ്ടിരുന്നേ. പക്ഷെ ലെസ്ലി സാഹിബിന്റെ കുതിര ഉണ്ടല്ലോ, അതൊരു കുതിര അല്ലേ പൊന്തിച്ചു. അതിന്റെ പാച്ചില് ഒന്ന് കാണേണ്ട തന്നെയാ. നിക്കടവിടെ സന്ധ്യയായി ഓട്ടളിക്ക്. അച്ഛമ്മേനിട്ട് ഓടിക്കല്ലേ, അടിയിട്ടു. നിക്കവിടെ. എന്ത് കഷ്ടാ നോക്കിയ ചേട്ടൻ. നിക്കുവാ, ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് കഥ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ട് വാ. കളിമതിനൊക്കെ സന്ധ്യയായി. ഞാൻ മടുത്ത് നിന്നെ കൊണ്ട്. എനക്ക് വയ്യ. ചമ്മ വിളിച്ചാലും വരികയില്ല.
പോടാ. നല്ല ബുദ്ധി തരണേ. അച്ഛനും അമ്മക്കും അച്ഛമ്മക്കും അസുഖങ്ങളൊന്നും വരുത്തരുതേ. അവിടെ അച്ഛമ്മക്കും അസുഖങ്ങളൊന്നും വരുത്തരുതേ. നടക്കുന്നത് ഈ അച്ഛമ്മക്ക് കാണണം. അച്ഛമ്മേ, അന്നെ ആരാ പെറ്റേ? ആരാ പെറ്റേ? നിന്റെ അമ്മ ഞാൻ അമ്മേന്റെ വയറ്റിൽ വന്നേ. ഏ? അമ്മേന്റെ വയറ്റിൽ വന്നേ. ആ യാങ്കല്ലില് അങ്ങടലില്ല വലിയ കണ്ണുനീർത്തുള്ളി പോലെ കാണാവുന്ന വെള്ളിയാങ്കല്ല്. അവിടുന്ന മയ്യഴിയുടെ എല്ലാ മക്കളും വരുന്നത്. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന വെള്ളിയാങ്കല്ലില് ജന്മം കാത്തു കഴിയുന്ന ആത്മാക്കൾ കുട്ടികളെ പോലെ പാൽ കളിക്കുന്നുണ്ട്. നോക്കിയാ കാണുമോ? ആദ്യം കോളൊന്നും ഇല്ലെങ്കിൽ കാണും. കൂട്ടത്തിന്റെ ഏറ്റവും പുതിയ നാടകം ഇന്ന് വൈകുന്നേരം ഊഴിക്കര സെന്റ് മേരീസ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് ജന്മഭൂമിയുടെ മാനം കാക്കാൻ യുദ്ധത്തിന് പുറപ്പെട്ട ഇടയ പെൺകുട്ടിയുടെ കഥ. ഇംഗ്ലീഷുകാരെ പടവെട്ടി തോൽപ്പിച്ചും പട്ടണങ്ങൾ മോചിപ്പിച്ചും പാരീസിലേക്ക് മാർച്ച് ചെയ്തും ഒരു പെൺകുട്ടി സ്വന്തം
മയ്യഴിയിലെ ഒരു മുത്തശ്ശിക്ക് അൻഡാർക്കിന്റെ കഥ പറയുവാൻ കഴിയില്ല. മയ്യഴിയിലെ ജീവനോട് ദഹിപ്പിക്കപ്പെട്ട ഇടയ പെൺകുട്ടി അത് ലെസ്ലി ബാല്യത്തിൽ ക്ലമാം സാഹിബ് കഥാവിന് പറഞ്ഞു കൊടുത്തു. ദുരന്ത കഥ കേട്ട് നല്ല മൂത്ത സാധനം താടോ. ഒന്ന് എടുത്ത് താപ്പ.
വൈശ്രവണക്കാരുടെ പറയട്ടെ. ഉറമ്പിയമ്മ അന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത ഒരു കഥ പറഞ്ഞു തുടങ്ങി. കുഞ്ഞുമാണിക്കത്തിൻ്റെയും ചെട്ടിയാരുടെയും കഥ. കുഞ്ഞുമാണിക്കത്തിൻ്റെ കാലത്ത് അവളോളം ചന്തമുള്ള വേറൊരു പെണ്ണ് മയ്യഴിയിൽ ഉണ്ടായിരുന്നില്ല. ചുട്ട പൊന്നിന്റെ നിറമായിരുന്നു അവൾക്ക്. പണ്ടങ്ങൾ അണിഞ്ഞും കസവെടുത്തും അവൾ നടക്കവേ മയ്യഴിയിലെ പുരുഷന്മാർക്ക് ഉറക്കം നഷ്ടപ്പെടും, പ്രത്യേകിച്ച് വെള്ളക്കാർക്ക്. തുറമുഖത്ത് കപ്പലടുക്കുമ്പോൾ കടലിൽ വെച്ച് തന്നെ കുഞ്ഞുമാണിക്യത്തിന്റെ കേളി കേട്ടിരുന്ന വെള്ളക്കാർ അവളെ പ്രാപിക്കുവാനായി തിടുക്കം കൂട്ടും. ഒരിക്കൽ പട്ടുകച്ചവടം ചെയ്യുവാനായി തമിഴ്നാട്ടിൽ നിന്നൊരു ചെട്ടിയാർ വന്നു. മയ്യഴിയുടെ മക്കൾ ചെട്ടിയാർക്കൊരു പേര് കൊടുത്തു, വൈശ്രവണൻ ചെട്ടിയാർ. നോക്കട്ടെ, ആഹാ കൊള്ളാലോ. ഇത് ഞാൻ എടുത്തു. വേണ്ട, അകത്ത് ബർണാർ സാഹിബുണ്ട്. വേണ്ടെന്ന്. അയ്യോ, അന്തോണി സാഹിബ് അകത്തുണ്ട്.
കുഞ്ഞിമാണിക്കം ആമ്പൽപ്പൂക്കൾ വിടർന്നു കിടക്കുന്ന കുളത്തിൽ പോകുമായിരുന്നു. മുണ്ടുരിഞ്ഞിട്ട് മുട്ടോളം വെള്ളത്തിൽ നിന്നുകൊണ്ട് കിണ്ണത്തിൽ നിന്ന് എണ്ണ എടുത്ത് തേച്ചു. അഴിച്ചിട്ട തലമുടി നഗ്നമായ മാറിടങ്ങളും അരയും മറച്ചിരുന്നു. കുഞ്ഞിമാണിക്കം നീരാടവേ കുളത്തിന്റെ കരയിലെ കൈതക്കുളത്തിൽ നിന്ന് ഒരു ചൂളംവിളി ഉയർന്നു. കോട്ടങ്ങാടിയിലെ കപ്പലിറങ്ങി ചെത്തിപ്പൂ പോലത്തെ വെള്ളക്കാരെ കോഴിക്കോട്ടങ്ങാടിയിലെ കപ്പലിറങ്ങി. ദാസൻ അറിയോ ആ ഭീകര സർപ്പം ആരാന്ന്? ഇല്ല. വൈശ്രവണൻ ചെട്ടിയാര്. തെച്ചിപ്പൂ പോലത്തെ വെള്ളക്കാരെ കോഴിക്കോട്ടങ്ങാടിയില് കപ്പലിറങ്ങി. ദാസന്റെ കണ്ണുകൾ പതുക്കെ അടയുകയായി. അങ്ങനെ ജീവനോടെ ദഹിക്കപ്പെട്ട ദോം രമ്യയിലെ ഇടയ പെൺകുട്ടിയുടെയും സർപ്പമായി മാറി തൻ്റെ കാമിനിയെ പ്രാപിച്ച വൈശ്രവണൻ ചെട്ടിയാരുടെയും കോഴിക്കോട്ടങ്ങാടിയിൽ കപ്പലിറങ്ങിയ വെള്ളക്കാരുടെയും കഥകൾ കേട്ടുകൊണ്ട് ദാസൻ വളർന്നു. കുഞ്ഞനന്ദൻ മാസ്റ്റർ ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരുമെന്ന് കരുതിയതല്ല. മയ്യഴിയിലെ കമ്മ്യൂണിസത്തിൻ്റെ ബീജാവാപം നടത്തിയ ആ മനുഷ്യനെ മരണത്തിൻ്റെ ഭാരം പതുക്കെ ഞെരിച്ചമർത്തുകയായിരുന്നു. ഒരു പാതിരാവിൽ പൊടുന്നനവെ മാസ്റ്റർക്കൊരു തോന്നലുണ്ടായി. അധികം നടക്കുവാൻ പാടില്ല എന്നറിയാം, മഞ്ഞുകൊള്ളരുത് എന്നും അറിയാം. എന്നിട്ടും നിരത്തിലൂടെ നീളത്തിൽ നടന്നു. തൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നിശബ്ദം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആഹ്ലാദഭരിതനായി, രോമങ്ങളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ആഹ്ലാദം. അയാൾ തന്നെ തന്നെ മറന്നുപോയിരുന്നു.
കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ അച്ഛൻ അന്ന് തന്നെ വടകര ചന്തയിൽ നിന്ന് ഒരാടിനെ കൊണ്ടുവന്നു. കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് നന്നേ ചെറുപ്പമായിരുന്നു, ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം. കുഞ്ഞനന്ദൻ കിടക്കുന്ന കട്ടിലിൻ്റെ കാലിൽ ആട്ടിനെ കെട്ടിയിട്ട് ഇരുനേരവും കറന്ന് പാല് കുടിപ്പിച്ചു. മുറിയിൽ സദാ ആടിൻ്റെ ചോര്, ചാണകം മെഴുകിയ നിലന്നുമറിയെ ആട്ടിൻ്റെ പിട്ട. ആട് കറവ പറ്റി. കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ അച്ഛൻ മരിച്ചു. എങ്കിലും മാസ്റ്ററുടെ രോഗം ഭേദമായില്ല. അതെ, അത് വലിയ ഒരാളാണ്. മൂപ്പിൽ സാറിനെക്കാളും വലിയ ആൾ. ആ ഫോട്ടോ തരാം. ചിലതൊക്കെ ഞാൻ പകരം വേറൊരു ഫോട്ടോ തരാം. തരാം. കുഞ്ഞനന്ദൻ മാഷേ, എൻ്റെ മോൻ ദാസൻ പരീക്ഷ ജയിക്കുക മാഷേ? ഇത് നല്ല ചോദ്യം. എന്നെ റൈറ്ററേ, നിങ്ങളുടെ മോനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും സംശയം? അവനെ കണക്കിൽ ഇച്ചിരി മോശം, പക്ഷെ കൊടുക്കാൻ മാത്രം അത്ര മോശം. കണക്കിന്റെ കാര്യം ഞാൻ ഏറ്റു. പരീക്ഷ എടുത്തിരിക്കല്ലേ, വൈകുന്നേരം അവൻ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു. ആണായിട്ട് ഓനൊരുത്തനെ എനക്കുള്ളൂ. മാഷക്ക് അറിയാലോ, ഓനൊരു ബൈക്കായിട്ട് വേണം എനക്കൊന്ന് നടു നിവർത്താൻ. അമ്മയെ കൊണ്ട് ആരാന്റെ വീട്ടിൽ നിന്ന് അരി കൺമേടിപ്പിക്കാൻ ആക്കരുത്. അച്ഛമ്മയുടെ ആനക്കൊമ്പത്തിരുത്ത പുഴത്തി ഒരിക്കലും ഒഴിഞ്ഞു കിടക്കരുത്. ഞാൻ കണ്ടതാ. എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ കണ്ടതാ. എന്റെ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ കണ്ടതാ. നീ എന്ത് കണ്ടുന്നാ? ഒരുത്തനും ഒരു അമ്മയും തമ്മിൽ ഒരിഞ്ഞ യുദ്ധം. യുദ്ധം പറഞ്ഞ അമ്മായിട്ട യുദ്ധം. ഞാൻ കണ്ടതാ. എന്റെ രണ്ട് കണ്ണോട്ട് കണ്ടതാ. വെളുത്തത്തെ കുതിരപ്പുറത്ത് പൂമ്പും കൊടുത്തിട്ടും കൊടുവരമ്മ കാണാനും തോന്നിയ കുട്ടിയിലാക്കിട്ട്. ഓ, ഞാൻ കണ്ടതാ. നമുക്ക് ഇന്ന് തന്നെ കടപ്പുറത്തേക്ക് ചെല്ലണം. നമ്മൾ കഴിയുന്നൊക്കെ ചെയ്യണം. കടപ്പുറം തന്നെ വസൂരിയല്ലേ പക്ഷേ. മാത്രല്ല ഇപ്പൊ ചെന്നാല് ആ കേളപ്പം നമ്മളെല്ലാവരും ജീവനോട് ചുട്ടുവല്ലോ. എന്റെ വാസു, നീ വരുന്നതിലേക്ക് വരണ്ട. പക്ഷെ ഞാൻ പോകും. ഞാനൊരു കമ്മ്യൂണിസ്റ്റാ. ഇതിലേക്ക് സഹിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാനൊരു മാഷ കൂടെ എന്റെ പപ്പ നീ എങ്കിലും ഉണ്ടല്ലോ. വാ. കത്തിച്ച് തുടങ്ങിച്ചോ. ഈ നല്ലോണം കുട്ടിയെ കത്തിക്കടാ. പടപ്പ് താനേ
ഏതാനും നാളുകൾ കഴിഞ്ഞു. മയ്യഴിപ്പുഴ കടന്നുവന്ന മേഘങ്ങൾ മഴയായി വർഷിച്ചു. മയ്യഴി കഴുകി വെടുപ്പാക്കപ്പെട്ടു. അലഞ്ഞു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹിറ്റ്ലർ വേഴ്സായി നമ്മുടെ ലംഘിച്ചു. അങ്ങനെ മറ്റൊരു ലോക മഹായുദ്ധത്തിന്റെ തീജ്വാലകൾ ആടിപ്പടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പലയിടങ്ങളിലും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മയ്യഴിയിലും ദേശീയ പ്രസ്ഥാനത്തിന്റെ നിലകൾ ഉയരണം. വെള്ളക്കാർ മയ്യഴി വിട്ടു പോകണം. പറഞ്ഞു വെള്ളക്കാരുടെ നാട്ടിൽ പോകണം. എല്ലാ വെള്ളക്കാരും പോകണം. ദാവീദ് സാഹിബ് പോകണം. ദാവീദ് സാഹിബ് മാത്രമല്ല എല്ലാ വെള്ളക്കാരും മയ്യഴി വിട്ടു പോകണം. മയ്യഴി സ്വതന്ത്രമാണ്. മയ്യഴിക്ക് സ്വാതന്ത്ര്യം കിട്ടണം. സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ അർത്ഥം പോലും നമ്മുടെ മയ്യഴിയുടെ മക്കൾ എങ്ങനെയാണ് സ്വാതന്ത്ര്യം പിന്നെ നമ്മ എങ്ങനെ അവരെ വേദോതുവാ? വേദോദിക്കുന്നൊരു കാര്യമില്ല, വിളിച്ച ഉണരൂല, തച്ചണീപ്പിക്കണം. പക്ഷേ ഞാൻ സുഭാഷ് ചന്ദ്രബോസിനെ പോലെ ഒരു ലിബറേഷൻ ആർമി ഉണ്ടാക്കാൻ നോക്കാം. വെറുതെ വീടോ പക്ഷേ ജപ്പാൻകാരി വെറുതെ വിളിച്ചപ്പോ കഴിയിട്ടോ? എന്തിനാ പക്ഷേ മനുഷ്യരിങ്ങനെ തമ്മിൽ തല്ലി ചാവണേ? നീ ഇപ്പോൾ യുദ്ധത്തെ കുറിച്ചൊന്നും ചിന്തിക്കണം. പരീക്ഷ എടുത്തിരിക്കല്ലേ? നല്ലവണ്ണം പഠിപ്പിക്കാൻ. മോനെ, എന്താ ഇത്? നീ സ്വപ്നം കാണാണോ? മറ്റുള്ള കുട്ടികളൊക്കെ ഊണ് ഓർക്കൊന്ന് പഠിക്കുക, നീയോ തോക്കണമെന്നാണ് എന്റെ വിചാരം. ദാമോ റൈറ്ററുടെ പുരയിലെ മുട്ടവിളക്ക് പുലരുന്നതുവരെ കത്തിനിന്നു. കോഴി കൂകിയപ്പോൾ ദാസൻ ഒന്ന് മയങ്ങി. ഉടനെ തന്നെ ഉണർന്ന് വീണ്ടും വായന തുടങ്ങി. ദാസനും ശേഖരനും മാത്രമാണ് ആ കൊല്ലം പാസ്സായത്. ദാസന് ഉയർന്ന മാർക്കുണ്ടായിരുന്നു. അവന്റെ വിജയം നാട്ടുകാരുടെ ഇടയിൽ അമ്പരപ്പുണ്ടാക്കി.
ഒന്നും മറന്നില്ല, എല്ലാം എടുത്തില്ലേ? ആ എന്നാ ഇറങ്ങാം. നീ കരയാതെ കൗസു, ഓനൊരു ബൈക്ക് പോകുന്നല്ലേ, ഇങ്ങനെ കണ്ണീരും കയ്യായിട്ടാണോ ഓനെ യാത്ര അയക്കേണ്ടത്? നീ പോണ്ടിച്ചേരിക്ക് പോയ അച്ഛമ്മക്കാരാ പൊടി കൊണ്ടു തരാ. പഠിച്ച് വലിയ ആളായി കോട്ടും തൊപ്പിയൊക്കെ ഇട്ട് വരുമ്പോ ഈ അച്ഛമ്മേനെ മറക്കോ? ഞാൻ ആരെയും മറക്കൂല അച്ഛമ്മേ, നിങ്ങൾക്കെല്ലാം വേണ്ടിയല്ലേ. അറിയില്ല. കോളേജ് പൊട്ടുമ്പോഴേ അപ്പ വരണേ. ഇവിടെ ഇത് ചെയ്യാൻ ആർക്കാണ് ധൈര്യം? മയ്യഴിയിലെ പോലീസുകാരോട് ഗുണ്ടകളോട് കളിക്കാൻ ആർക്കാണ് ധൈര്യം? ഈ പറയടാ. എണീച്ച് നടക്കാൻ ജീവനില്ലാത്ത പിടിച്ചു വാങ്ങിയ കുപ്പിയുമായി അച്ചുവും അന്തർപോലീസും കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ വീട്ടിലേക്ക് നടന്നു. ഇതിനകം പോസ്റ്റർ സംഭവം ഉന്നത തലത്തിൽ എത്തിയിരുന്നു. കൊണ്ട് ഇനി എന്ത് ചെയ്യാൻ കഴിയും? ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് കാലം നീട്ടു. ഇവിടെ ആരുമില്ലേ? അറിയാനാ ഞങ്ങൾ വന്നു. പക്ഷേ നിങ്ങളോടൊരു കാര്യം ചോദിക്കും. നേരെ പറയാം. ആരാ മൂപ്പന്റെ വീട്ടിൽ കള്ളാസ് വെച്ചു? പക്ഷേ നേര് പറയുന്നതാ നിങ്ങൾക്കല്ല. നിങ്ങളെ കളിയെന്ന് എന്നോട് കേട്ടാ അച്ഛനെ എനിക്ക് മനസ്സിലായിട്ടില്ല. മൂക്കോടില്ലാത്തതും കടലില്ലാത്തതും ഒപ്പിട അടിച്ചു വായില് പള്ളിയാൻ വയ്ക്കും. ഉപ്പന്റെ വീട്ടിൽ കള്ളാസ് ഒന്നിച്ച് ചോദിക്കാൻ നീ ആരാണോ? നിനക്ക് എന്തെത്തിയാലും ആരാണ് കള്ളാസ് പഠിച്ചതെന്ന്
എനിക്കറിയില്ല. അറിയുമെങ്കിൽ തന്നെ നിന്നോട് പറയാനും പോകുന്നില്ല. അത് ചോദിക്കേണ്ടവർ ചോദിക്കാൻ പറഞ്ഞോളാം. ഇറങ്ങി പോടേണ്ട വിടുന്നു. ഇറങ്ങി പോകാൻ ചോദിക്കാൻ മതി. ആ നിൽക്കുന്നത് നമ്മളെ പപ്പനാ. എടാ, നീ ഇപ്പൊ തരുന്നോരാ? വേണമെന്ന് വെച്ചാല് ആ മൂപ്പത്തായിന്റെ പുറത്തു ഓടിക്കുന്നേ. അക്കാലത്ത് മയ്യഴിയുടെ മക്കൾക്ക് പോലീസുകാരെക്കാൾ പേടി ഗുണ്ടകളെയായിരുന്നു. പ്രത്യേകിച്ച് അച്ചുവിന്. അച്ചുവിന് വീടുണ്ടായിരുന്നില്ല, കുടുംബമുണ്ടായിരുന്നില്ല. ഊരിപ്പിടിച്ച കത്തിയുമായി അയാൾ നടന്നു. വിശക്കുമ്പോൾ മുന്നിൽ കണ്ട വീട്ടിൽ കയറി ചെന്ന് ആജ്ഞാപിക്കും. ഉറക്കം വരുമ്പോൾ ആദ്യം കാണുന്ന വീട്ടിൽ കയറി ചെല്ലും. ഇറയത്ത് ബെഞ്ചോ കസേരയോ ഉണ്ടെങ്കിൽ അതിന്മേൽ കയറി കിടക്കും, അല്ലെങ്കിൽ കൽപ്പിക്കും. ആരും ഒന്നും പറയില്ല. ഒരു പായും തലയുടെയും എടുത്തു കൊടുക്കും. അങ്ങനെ അച്ചു മയ്യഴിയിൽ സ്ഥിരതാമസമാക്കി. ക്രമേണ അയാൾക്കവിടെ വേരുമുളച്ചു. ഓൻ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നീ ഏതാ? ഏതച്ചു? അത് നല്ല കഥ. വീട്ടിൽ കയറി വന്നിട്ട് അതിന് നീ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. ഇത് നല്ല കഥ. വഴിയെ പോണവർക്ക് ചോറ് കൊടുക്കാൻ ഇതെന്താ ധർമ്മശാലയാ? നീ സൂക്ഷിക്കണ്ടേ? ആരാണ് കളവി? കിളവി പോലും വീട്ടിൽ കയറി വന്നിട്ട് നീ മിണ്ടാക്കി. എന്റെ മോനിങ് പറട്ട് ദാമു. വീട്ടിൽ കയറി വന്നിട്ട് ഹൗസു എന്റെ മോന് എന്റെ മോന് വരുന്നുണ്ട്. ദാമു, നീ എന്താ മുട്ടാണ്ട് പോകുന്നു? ഇറക്കി വിടായി തമ്മാടിയെ. ഒന്നും ചെയ്യാൻ പറ്റൂല. അതെന്താ? ഓ പോലീസുകാരോട് പറയുന്ന അർത്ഥം അമ്മയൊന്നും മുണ്ടാ. അതിന് കുടുംബത്തുകാരും വന്നിട്ട് തോന്നാസം കാണിക്കുന്നു. ഞാനാ ദാമുറായിട്ട്. അറിയാം. നല്ലതാണെങ്കിൽ നല്ലതാ. ഒരിക്കൽ ഏറ്റുകുമാരൻ പുരയിലില്ലാതെ തക്കം നോക്കി അച്ചു അവിടെ ചെന്നു. കുമാരൻ്റെ മകൾ കമല മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അയാളുടെ കണ്ണുകളിൽ യുഗങ്ങളുടെ പുരുഷതൃഷ്ണ കത്തിയാടി. ആണത്തം അതിൻ്റെ മൂർധന്യദശ പ്രാപിക്കുന്നു. യുദ്ധക്ഷേത്രത്തിൽ അശ്വത്തെ പോലെ അയാൾ നിന്നു കിതച്ചു. നമ്മുടെ മോനിന്ന് വരൂലേ? ദാസൻ
ബക്കലോറിയ എന്ന ഉയർന്ന പരീക്ഷ പാസ്സായി. അങ്ങനെ പോണ്ടിച്ചേരിയിൽ പഠിത്തം അവസാനിച്ചു. ദാസൻ തിരിച്ചു വരുന്ന ദിവസം വീട്ടിലൊരു ഉത്സവമായിരുന്നു. തിരിച്ചു വരുന്നു. എന്റെ മോൻ പഠിച്ച് വലിയ ആളായിട്ടുണ്ടാവും. തലയില് തൊപ്പിയൊക്കെ വെച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് എന്റെ മോൻ. അച്ഛാ, അച്ഛനിപ്പോ എങ്ങനെയുണ്ട് അച്ഛാ? ഓ, വലിയും കുറയും തന്നെ. മോദിക്ക് ഒരു പോലെ കണ്ണടക്കാൻ കഴിഞ്ഞിട്ട് വേണ്ടേ? അല്ല, നിന്റെ പെട്ടി എവിടെ? അതിന്റെ പിടി പൊട്ടിപ്പോയി അച്ഛാ, അതുകൊണ്ട് കൊണ്ടുവന്നില്ല. എന്റെ കോട്ടും തൊപ്പിയൊക്കെ എവിടെ ദാസ? ഒരു ദിവസം കോട്ടും തൊപ്പിയും ഒക്കെ വെച്ച് ഞാൻ സായുവായിട്ട് വരും. അത് പോരെ അച്ഛമ്മേ? ആ, മൂപ്പൻ സാഹിബ് ഒരു കത്ത് തന്നില്ലേ? അതിലെന്തായിരുന്നു? എന്നെ ഫ്രാൻസിൽ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ സെക്രട്ടറി ആയാല് പണി തരാം. നമ്മുടെ ഫ്രാൻസിൽ പോകുന്നു, നമ്മുടെ ഫ്രാൻസിൽ പോകുന്നു. അച്ഛാ, അവന് ഞാൻ ഫ്രാൻസിൽ പോകുന്നില്ല അച്ഛാ. സെക്രട്ടറി ആയാലേ ഉദ്യോഗം വേണ്ടെന്ന് വെച്ചു. കണ്ണീരിൻ്റെ അവസാനിക്കാത്ത പ്രവാഹം തുടങ്ങുകയായി. ചന്ദ്രി, മാഷേ, മാഷേ, മാഷേ. നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി ഇനിയും പലതും ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നിരാശയില്ല. നീ ഉണ്ടല്ലോ ഇലശി. നമ്മുടെ ദാസൻ ഇനിയും പല അത്ഭുതങ്ങളും കാട്ടും. ഈ നാടിന്റെ ചരിത്രം മാഷേ, മാഷ അധികം സംസാരിക്കരുത്. ഞാൻ സന്തോഷവാൻ. മരണത്തിന് മാത്രമേ എന്റെ സന്തോഷത്തെ നശിപ്പിക്കാൻ കഴിയൂ. ഈ ലോകത്തില് സന്തോഷവും ദുഃഖവും ഉണ്ടോ മാഷേ? ജീവിതമേ ഉള്ളൂ. ജീവിതം മാഷേ, മാഷേ, മാഷേ. പപ്പ, ചോര ഒഴുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ പറയുന്നത് കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവും. എടാ, ഒരു തുള്ളി ചോരക്ക് ഒരു കിരീടത്തിനേക്കാൾ വിലയുണ്ട്. എനിക്ക് ഗാന്ധിയും മാർക്സും ആവണ്ട, മനുഷ്യനായാ മതി. വെള്ളക്കാരി മയ്യഴി വിട്ടു പോകുന്നത് കാണാനുള്ള യോഗം നമ്മളെ മാറ്റക്കുണ്ടായില്ല. എടാ, എനിക്കും നിനക്കും കാണാൻ വേണ്ടിയല്ല വെള്ളക്കാരി നാട് വിട്ടു പോകേണ്ടുന്നത്. അത് കാണേണ്ടുന്നത് കാലമാണ്. നമുക്ക് പ്രവർത്തിക്കാം. അച്ഛനമ്മമാരെ കണ്ണീര് കുടിപ്പിച്ചും തൊഴിലില്ല നടന്നും നമുക്ക് പ്രവർത്തിക്കാം.
വേണമെങ്കിൽ മരിക്കാം, ഫലം എന്തു ആയിക്കോട്ടെ. കാണാരട്ടാ, പോണ്ടിശ്ശേരിയിലേക്ക് പോകണം. രാജ്യത്ത് നിയന്ത്രിക്കുന്ന ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഇന്ന് തന്നെ പുറപ്പെടണം. എപ്പോ ഇറങ്ങണം കാണാരട്ടാ? ഇപ്പോ. ശരി പപ്പാ, ഞാൻ പോയി വരാം. വെള്ളക്കാരന്റെ ഭാഷ നന്നായി കഴിയാൻ സാധിക്കാന്ന് പറയാം. അത് പിടിക്കണ സമയമില്ല മോളെ, ഞാൻ ഇറങ്ങാം. ഞാൻ പോണ്ടിച്ചേരി. ചന്ദ്രി, ഞാൻ പോണ്ടിച്ചേരിക്ക് പോവാ. തിരിച്ചു വരാ? ഒരു 3-4 ദിവസത്തിനുള്ളിൽ. കത്തയക്കോ എനിക്ക്? കത്തോ? ഞാൻ ഒരു 4 ദിവസം കൊണ്ടിങ്ങ് വരില്ലേ? പോയിട്ട് വരട്ടെ. എല്ലാം നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഞാൻ പോകുന്നു. ദാസൻ പോണ്ടിച്ചേരിക്ക് പോയി. മതി. കണാരേട്ടനും വാസൂട്ടിയും എല്ലാം രക്ഷപ്പെട്ടുവെങ്കിലും അവരുമായി ബന്ധപ്പെട്ട മറ്റു പലരും പോലീസിന്റെ കയ്യിലകപ്പെട്ടു. കൂട്ടത്തിൽ കുറ്റം ചെയ്യാത്തവരുമുണ്ടായിരുന്നു. കുറേ പേരെ മയ്യഴിയിലെ ജയിലിലിട്ടു. ചിലരെ പോണ്ടിച്ചേരിയിലെ ജയിലിലേക്ക് കൊണ്ടുപോയി. അവരുടെ കൂട്ടത്തിൽ ദാമു റൈറ്ററും ഉണ്ടായിരുന്നു. യുദ്ധഭൂമി ഉണർന്നു കഴിഞ്ഞു. പാഞ്ചജന്യം മുഴങ്ങുകയായി. മയ്യഴി വിമോചന സമരം സിന്ദാബാദ്! മയ്യഴി വിമോചന സമരം സിന്ദാബാദ്! ഞങ്ങൾക്ക് കാർത്തു തരിക, ഞങ്ങൾക്ക് കാർത്തു തരിക. വോട്ടവകാശമുള്ളവർക്കല്ല, വോട്ടവകാശമുള്ളവർക്കല്ല. കാത്തു നൽകൂ ഭരണക്കാരെ, കാത്തു നൽകൂ ഭരണക്കാരെ. ഞങ്ങൾക്ക് കാർത്തു നൽകുക, ഞങ്ങൾക്ക് കാർത്തു നൽകുക. മയ്യഴി മോചന സമരം സിന്ദാബാദ്! മയ്യഴി മോചന സമരം സിന്ദാബാദ്! ഞങ്ങൾക്ക് കാർത്തു തരിക, ഞങ്ങൾക്ക് കാർത്തു തരിക. മയ്യഴി മോചന സമരം സിന്ദാബാദ്! എല്ലാവരും ഇരിക്കേ. ബംഗാളിലേക്ക് പോകണമെന്ന് സൂക്ഷിക്കണം. ഇതുവരെ പോലീസാണെന്നും ചെയ്തിട്ടുള്ള നേരാ. പക്ഷേ തോക്കിനെ പേടിക്കട്ടെ, കാല് കഴിഞ്ഞു. പേടിക്കണം. വേണമെന്ന് വെച്ചാല് പോലീസിനെ പേടിക്കണം. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്? പപ്പ, അത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം. മയ്യഴി വിമോചന സമരം സിന്ദാബാദ്! മയ്യഴി വിമോചന സമരം സിന്ദാബാദ്! വിമോചന സമരം സിന്ദാബാദ്! കാത്തു തരിക, കാത്തു തരിക. വരൂ മാന്യരെ, നിങ്ങൾ എന്താണ് വേണ്ടത്? സ്വാതന്ത്ര്യം. അതെ,
മയ്യഴിക്ക് പുറത്ത് വടക്കപ്പലുകളെ തോൽപ്പിക്കുന്ന പുതിയൊരു ജനകീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ നിങ്ങൾ വാ. കാണാനേട്ടാ. വാ. കാണാട്ടെ, എഴുന്നേക്ക്. വാ. വാ കാണാട്ടാ. വാ. വെള്ളക്കാരുടെ പടക്കപ്പൽ വരുന്നേ, എല്ലാവരും മയ്യഴി വിട്ടു പോവുക. നാട്ടുകാരെ, പടക്കപ്പൽ വരുന്നേ, എല്ലാവരും മയ്യഴി വിട്ടു പോവുക. അമ്മേ വാ, സംസാരിച്ചിക്കാൻ നേരിൽ ഇറങ്ങി വാ. വാ. അറിയില്ല അച്ഛമ്മേ, സംസാരിച്ചിക്കാൻ നേരിൽ വാ, ഇറങ്ങി. എന്താ എന്നെ തൊട്ടാ നിന്നെ ഞാൻ കൊല്ലും. ജീവൻ വേണമെങ്കിൽ ഓടിപ്പോയിക്കോ. നിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ജീവൻ വേണമെങ്കിൽ ഓടിപ്പോ. നിന്റെ അമ്മയും പെങ്ങളെ ഞാൻ നിന്നെ വേണമെങ്കിൽ എനിക്ക് പിടിച്ച് പട്ടാളത്തിന് കൈമാറും. നിന്നെ കൊല്ലാം, ആരും ചോദിക്കില്ല. നീ പോ, രക്ഷപ്പെടോ. അച്ചു, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ചതിക്കരുത്. മയ്യഴിയുടെ മക്കൾ പലായനം ചെയ്തുകൊണ്ടിരുന്നു. വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ, രോഗികൾ. മയ്യഴിക്ക് മുകളിൽ കത്തിജ്വലിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യൻ കരിന്തിരി കത്തി കെടുകയാണ്. ഇനി ഇവിടെ വീണ്ടും പോലീസുകാരും ഗുണ്ടകളും മേഞ്ഞു നടക്കും. വീണ്ടും ഇവിടെ വീഞ്ഞും ചോരയും ഇടകലർന്നൊഴുകും. പടക്കപ്പലുകൾ അടുത്തടുത്ത് വരികയാണ്.
മയ്യഴിയുടെ മണ്ണിൽ കാൽകുത്തിയ വെള്ളപ്പട്ടാളം കലാപകാരികളെ കണ്ടില്ല. ശ്മശാനം പോലെ ശൂന്യവും മൂകവുമായ ഒരു മയ്യഴിയാണ് അവരെ സ്വാഗതം ചെയ്തത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. നിരത്തുകൾ ഒഴിഞ്ഞു തന്നെ കിടന്നു. വീടുകൾ അടഞ്ഞു കിടന്നു. അനാഥരായ കന്നുകാലികൾ വിശന്നു വലഞ്ഞു. അവർ ഭക്ഷണത്തിനായി നിരത്തിലൂടെ അമറി നടന്നു. തെളിഞ്ഞ ഒരു പ്രഭാതം. പാലത്തിൻ്റെ അങ്ങേയറ്റത്ത് പെരുങ്കാലൻ അന്തോണി പ്രത്യക്ഷപ്പെട്ടു. മയ്യഴിയുടെ മക്കൾ തിരിച്ചു വന്നു. Des yeux qui font baisser les miens, un rire qui se perd sur sa bouche. Voilà le portrait sans നങ്കൂരങ്ങൾ ഉയർന്നു. de l'homme auquel j'appartiens. പടക്കപ്പലുകൾ ചക്രവാളത്തെ ലക്ഷ്യം വെച്ച് നീങ്ങി. Quand il me prend dans ses bras, qu'il me parle tout bas, je vois la vie en rose. Il me dit des mots d'amour, des mots de tous les jours. അകന്നകന്ന് ഉൾക്കടലിൽ അപ്രത്യക്ഷമായി. Il est entré dans mon cœur une part de bonheur. കൊടും വെയിലുള്ള ഒരു നട്ടുച്ചയ്ക്കാണ് റൈറ്റർ പോണ്ടിച്ചേരിയിലെ ജയിലിൽ നിന്നും തിരിച്ചു വന്നത്. ജയിൽവാസം അയാളെ കണ്ടാൽ തിരിച്ചറിയാനാവാത്ത വിധം മാറ്റിയിരുന്നു. വരേണ്ടത് വരും, സഹിക്കല്ലേ പറ്റൂ. കഴിയാതെ കൗസു വിധിയാന്നിരിച്ചു. നിങ്ങൾ എങ്ങനെയാ കൗസു ഇവിടെ കഴിയുന്നത്? അച്ചുകൂടിയുള്ളതുകൊണ്ട് ഈ വീട്ടിൽ അടുപ്പ് പോകയാണ്.
ഓന്റെ കാര്യം എന്നോട് പറയണ്ട. കൗൺസ് എന്നോടാ പറഞ്ഞത്. ഓനെ പറ്റി ഒരക്ഷരം ഈ വീട്ടിൽ ഇനി ആരും മുണ്ടിക്കൂടാ. അച്ചു, ഇതെന്റെ വീടാ. ഇവിടുത്തെ കാര്യങ്ങള് ഞാൻ നോക്കും. നീ അതിലിടപെടണ്ട. രാമു, നീ എന്തറിഞ്ഞ്? ഈടെ കലാപം ഉണ്ടായി, പട്ടാളം വന്ന്, ആണൊരുത്തനായിട്ട് നീ ഉണ്ട്, പഠിച്ച് പത്രാസ് കയറി വേറെ എടുത്തിനു. എന്നിട്ട് എന്താ കാര്യം? ഓ ഈടെ ഉള്ളോണ്ട് ഇന്റെ ഓളെ മോളെ മാനം കാത്ത്. അറിയോ എനിക്ക്? അറിയാ, ഓനീടെ പുറത്തുണ്ട്. അച്ചു, നീ ഇവിടെ പാർക്കുന്നതില് എനിക്കെതിരില്ല. പക്ഷെങ്കില് പ്രായം തെങ്ങഞ്ഞൊരു പെൺകുട്ടിയുണ്ട് ഈ വീട്ടില്. എന്ത് കാര്യ? എന്താ അവര് പറയുന്നത്? അച്ഛോ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കുവോ? പെണ്ണായിട്ട് ഗിരിജ ഒരുത്തിയേ എനക്കുള്ളൂ. നല്ലൊരുത്തന്റെ കൂടെ മാനം മര്യാദ അയക്കണമെന്നാ എന്റെ മോഹം. ഗിരിജയുടെ കല്യാണം ആ അച്ഛൻ ഓർപ്പിച്ചു. ഇത് ഇന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, നമ്മളെ പ്രസ്ഥാനത്തിന് മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. വാസന്റെ പെങ്ങള ആ വെള്ളപ്പട്ടാളക്കാരെ കൊണ്ട് അച്ഛൻ്റെ പുറം കല്യാണം കഴിക്കുന്ന വെച്ചാല് അത് നമ്മളെ പ്രസ്ഥാനത്തിന് കൂടി അപമാനം. അതന്നെ, ഈ കല്യാണം നടക്കരുത്. അഥവാ നടന്നാല് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ തോൽവിയാത്. നമ്മുടെ റൈറ്റർ പണിയെടുത്തു വെച്ചേ. ഈ കാര്യത്തിൽ എന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഓള് എന്റെ മോളാ. എന്റെ സമ്മതം നോക്കിയിട്ടാ ഞാൻ ഇങ്ങനെ ആയത്. വയസ്സാം കാലത്ത് ജയിലിൽ പോയി. ഓൾ എന്റെ മോളാണെങ്കിൽ ഓളെ ഞാൻ കെട്ടിക്കും. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? നീ മയ്യാലി കയറുന്ന പോലീസിനെ അറസ്റ്റ് ചെയ്ത് ഞാൻ വീട്ടിൽ പോകും. നീ കൃതാര്യൊന്നും ചെയ്യില്ലേ? നീ പറഞ്ഞ നിന്റെ അച്ഛൻ കേൾക്കുക. നീ വെറുതെ പോകുന്നു. നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കൈത്തം തളക്കാൻ ആർക്കും ആവില്ല. നീ പോയ കാര്യം സാധിച്ചില്ലെങ്കിൽ ആ അച്ഛനെ കുത്തി കോടതിയിൽ കൊടുത്തില്ലേ? അപകടകരമായി ജീവിക്കുക. ആന്ധ്ര എഴുതിന്റെ വാക്കുകൾ, പപ്പന്റെ വേദവാക്യം. കുട്ടികളെ പോലെ സംസാരിക്കല്ലേ? പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? ഇത് കയ്യിൽ വെച്ചോ. പപ്പ, എനിക്കാരെയും കുത്താനുള്ള കരുത്തില്ല. എങ്കിലും തന്നേക്ക്. വേണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ കുത്താൽ. പിന്നൊരു കാര്യം, പോലീസും പട്ടാളും ഇവിടെയെല്ലാം ഓന്നി വെക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. അന്ന് നീ പോയി വാ. നീ വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. ഉറങ്ങാതെ പോയി വാ.
വാതിലോർക്ക് വേണ്ട. ഏട്ടൻ വരുമ്പോ ഇവള് കരയായിരുന്നോ? നീ കല്യാണത്തിൽ സമ്മതിച്ചോ? നീ സമ്മതിക്കില്ല എന്ന് ഏട്ടൻ അറിയാം. എന്തു വന്നാലും നീ സമ്മതിക്കരുത്. അച്ഛൻ ഇപ്പൊ എന്നെ കണ്ടുകൂടാണ്ടായോ? എങ്ങോട്ട് മോളെ? ഈ ഏട്ടൻ നിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? ഞാൻ അച്ഛന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം, നിന്നെ കുരുതി കൊടുക്കരുത്. ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കാതിരിക്കില്ല. ഇല്ലടാ, നീ പറഞ്ഞ കേൾക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. എന്താണടാ നീ എന്നെ കൂടെ അനുസരിപ്പിക്കാൻ പോകുന്നത്? അച്ഛാ, എനിക്ക് ചിലതല്ല സംസാരിക്കാനുണ്ട്. നീ എന്നോട് ഒന്നും സംസാരിക്കണ്ട. ഇറങ്ങ. ഞാൻ പോവാം. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം. അവള് നിന്റെ അമ്മയല്ല, ഞാൻ നിന്റെ അച്ഛനും. ഇറങ്ങടാ വിളി. ഇനി മുണ്ടാണ്ടിരുന്നോളാം. വെറുതെ നട്ടപ്പാതിലേക്ക് എന്റെ കൈയിന്റെ ചൂട് നീ അറിയണ്ട. അച്ഛാ, എന്തു വന്നാലും ഇവളെ അച്ഛന് കൊടുക്കരുത്. അത് പറയാനാ ഞാൻ വന്നത്. ഇറങ്ങണതായേ. ദാവീദ് സാഹിബിന്റെ കോടതി ദാസനെ 12 കൊല്ലം ശിക്ഷിച്ചു. മയ്യഴി പുഴയിൽ നിന്ന് വീശുന്ന പാതിരാക്കാറ്റ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. ദാസൻ തിരിച്ചു വരില്ല. ഒരു വ്യാഴവട്ടക്കാലത്തെ ജയിൽവാസം ദാസൻ അതിജീവിക്കുമോ? കൊന്നിട്ടില്ല. സന്തോഷിക്കല്ലേ വേണ്ടേ? തെറ്റെന്റെയാ. ദാസനെ മയ്യടിയിലേക്ക് പോകെ ഞാൻ അനുവദിക്കണേ. അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? കാണട്ടാ, കുറ്റക്കാരൻ ശരിക്കും നമ്മളല്ല, ഓന്റെ അച്ഛൻ തന്നെയാ ആ ഹമുക്ക്. അയാൾ അവനെ പോലീസുകാർക്ക് പിടിച്ചു കൊടുത്തത് സമരീതി. ഓ പാതിരാത്രി വീട്ടിൽ തന്നല്ലോ അയാൾ അവനെ അടിച്ച് പുറത്താക്കൊന്നും ചെയ്തേ. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വരണ്ടേ, അത് വരുന്ന സമയത്ത് വരും. നീ കത്തൂ. അധികകാലം ഓടാൻ കഴിയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവർ ഇവിടം വിട്ടു പോകും. അന്ന് നിങ്ങൾക്കുള്ള ശിക്ഷ ഞങ്ങൾ വിധിക്കും. അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അയ്യയുടെ മക്കൾക്ക് നേരെ നിങ്ങൾ കാണുന്ന ക്രൂരതയും അതിക്രമവും ഞങ്ങൾ പൊറുക്കാം. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. പക്ഷെ കാണാനാട്ടാ കാര്യം സാധിക്കും. അവന് വിശ്വസിക്കാൻ പറ്റില്ല. പോലീസിന് വിട്ടുകൊടുക്കില്ല. അവരെ നമ്മളെ ചുക്കും ചെയ്യൂല. ഇനി അഥവാ ചെയ്താല് അത് തീ കൊണ്ടുള്ള കളിയായിരിക്കും. ഇത് ഞങ്ങളെ ആർക്കും തടുക്കാനാണ്. ഈശ്വരന് പോലും നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇനി ഞങ്ങളെ കൂടെ നിൽക്കുക. അത് ഭരണകൂടത്തെ നിഷ്ക്രിയമാക്കാൻ സഹായിക്കും.
നിങ്ങൾ എന്ത് പറയുന്നു മോസിയെ? ഞാൻ എത്ര വേണമെങ്കിലും തരാം. തൽക്കാലം മറ്റൊന്നിനും എന്നെ നിർബന്ധിക്കരുത്. നിങ്ങളുടെ പണം മാത്രം പോരാ, നിങ്ങളും വേണം ഞങ്ങളുടെ കൂടെ. എന്റെ ബുദ്ധിമുട്ട് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അറിയാം. 2 വ്യാഴവട്ടക്കാലം മൂപ്പൻ സാഹിബിന്റെ വലങ്കയായി ഈ മയ്യടി ഭരിച്ച സെക്രട്ടറി കരുണൻ. നന്നായി അറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ നിർബന്ധിക്കുന്നത്. മോസി മോസി കാണാനേടാ കാണാനേടാ അയാൾ സമ്മതിച്ചോടാ. വീരേ, ജനജലക്രമം ആരംഭിക്കുകയായി. മയ്യഴിയുടെ മക്കളെ ഉണരുവിൻ. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴി മാർച്ച് സിന്ദാബാദ്. സാമ്രാജ്യത്വം തകരട്ടെ. സാമ്രാജ്യത്വം തകരട്ടെ. കണലേട്ടാ, നിനക്കൊരു കൊടിതാ. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴി മാർച്ച് സിന്ദാബാദ്. മയ്യഴിയുടെ മണ്ണിൽ നിന്നും മയ്യഴിയുടെ മണ്ണിൽ നിന്നും മയ്യഴിയുടെ മണ്ണിൽ നിന്നും ഫ്രഞ്ചുകാരെ കെട്ടുകെട്ടിക്കാൻ ഫ്രഞ്ചുകാരെ കെട്ടുകെട്ടിക്കാൻ മയ്യഴിയുടെ മക്കളെ മയ്യഴിയുടെ മക്കളെ മയ്യഴിയുടെ മക്കളെ മയ്യഴിയുടെ മക്കളെ മയ്യഴി മാർച്ചിൽ അണിചേരൂ. മയ്യഴി മാർച്ചിൽ അണിചേരൂ. മയ്യഴി മാർച്ചിൽ അണിചേരൂ. മയ്യഴി മാർച്ചിൽ അണിചേരൂ. മയ്യഴി മാർച്ചിൽ സിന്ദാബാദ്. മയ്യഴി മാർച്ചിൽ സിന്ദാബാദ്. സാമ്രാജ്യത്വം തകരട്ടെ. സാമ്രാജ്യത്വം തകരട്ടെ. സാമ്രാജ്യത്വം തകരട്ടെ. സാമ്രാജ്യത്വം തകരട്ടെ. അതെ, സേതാർ, മയ്യഴി നിങ്ങളുടെ മയ്യഴിക്ക് സ്വാതന്ത്ര്യം കിട്ടി. മയ്യഴി സിന്ദാബാദ്. ജീവൻ നൽകി നേടിയെടുത്ത ജീവൻ നൽകി നേടിയെടുത്ത
മയ്യഴിക്കാർക്കും സാഹിബിനും വേറെ വേറെ നാടോ? ഇല്ല, ഓല് തിരിച്ചു വരും, ഓല് തിരിച്ചു വരും, ഓല് തിരിച്ചു വരും, ഓല് പോകൂല, ഓല് തിരിച്ചു വരും. ജയിലിൻ്റെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. ദാസൻ പുറത്തു വന്നു. വർഷങ്ങൾക്ക് ശേഷം അയാളുടെ കൊഴിഞ്ഞ കണ്ണുകളിൽ വെയിൽ നാളങ്ങൾ വന്നു വീണു. ഇന്നലെ പെയ്ത മഴയുടെ നനവ് വാർന്നു പോയിട്ടില്ലാത്ത മണ്ണിൽ അയാൾ നിന്നു. എങ്ങോട്ട് പോകണമെന്ന നിശ്ചയമില്ലാതെ ഒരു നിമിഷം നിന്നു. തിരക്ക് കഴിയട്ടെ, നമുക്കിനി എപ്പോ വേണമെങ്കിലും കാണാലോ. നമ്മൾ സ്വതന്ത്രരായില്ലേ? രാജ്യത്തിന് വേണ്ടി നീ വീട് ഉപേക്ഷിച്ചു, നീ പോയി വീട്ടുകാരെ നോക്ക്. എനിക്ക് രാജ്യം കിട്ടി, പക്ഷെ വീട് നഷ്ടപ്പെട്ടു. എനിക്ക് വീടില്ല, അവർക്കിനി എന്നെ ആവശ്യമില്ല. നിന്റെ അമ്മേന്റെ കണ്ണുനീര് നീ കാണുന്നില്ലേ? മോനെ, നീ എന്താണ് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നിന്റെ ആരോഗ്യവും ബുദ്ധിയും നശിപ്പിക്കണോ? നിനക്ക് ഞാൻ ഉദ്യോഗം വാങ്ങിത്തരാം. സെക്രട്ടറിയിൽ വേണോ, പിരിയിൽ വേണോ, എവിടെ വേണമെന്ന് പറഞ്ഞാൽ മതി. കണാരേട്ടൻ എനിക്ക് തരുന്ന ഈ ഉദ്യോഗം ഒരു കാലത്ത് ഞാൻ വേണ്ടാന്ന് വെച്ചതാ. എനിക്കൊന്നും വേണ്ട കണാരേട്ടാ, സ്നേഹം മാത്രം മതി. ചന്ദ്രി ഒരാളെ ഒളിപ്പിക്കാൻ പോന്ന അവളുടെ തലമുടി, തെങ്ങിൻ പൂവിന്റെ നിറമുള്ള അവളുടെ അരക്കെട്ട്, കാലിൽ പാദസരങ്ങളുടെ കിലിത്തം, ദാസേട്ടാ എന്ന അവളുടെ വിളി. ദാസേട്ടൻ ഒരിക്കലും വീട്ടിൽ പോവില്ലേ? ഇല്ല. ദാസേട്ടൻ ജയിലായിരുന്ന കാലത്ത് എനിക്ക് ഉറക്കെ ഉണ്ടായിരുന്നില്ല. 2-3 കൊല്ലം അതെങ്ങനെ ജീവിച്ചു തീർത്തെന്ന് എനിക്ക് ദൈവത്തിനെ അറിയും. ജയിലായിരുന്നപ്പോ ദാസേട്ടൻ എന്നെ പറ്റി ഓർത്തിരുന്നോ? എന്നോ? ഇല്ല. അതെനിക്കറിയാം. ദാസേട്ടൻ ഓർക്കാൻ എത്ര കാര്യങ്ങളാ. എനിക്ക് ദാസേട്ടനെ ഉള്ളൂ. എനിക്ക് ജയിലിൽ വന്ന് ദാസേട്ടനെ കാണണമെന്നും ആശ്വസിപ്പിക്കണമെന്നും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനിവിടുന്ന് ആരും സമ്മതിച്ചില്ല, അമ്മ പോലും. ചന്ദ്രി, നീ ദുഃഖിക്കരുത്. നിനക്ക് പണമുണ്ട്, ജീവന തുല്യം നിന്നെ സ്നേഹിക്കുന്ന അച്ഛനും അമ്മയുണ്ട്, നിനക്കെല്ലാം ഉണ്ട്. മനസ്സമാധാനം മാത്രമില്ല. ചന്ദ്രി, എനിക്കൊരു അത്താണി വേണം ഈ ഭാരം ഒന്ന് ഇറക്കി വെക്കാൻ.
ദാസപ്പാ. എടാ, നമ്മുടെ വിജയത്തിനെ നമ്മൾ തന്ത്രിയെ കാണുന്നവർ. അത് മക്കളെ പോയി ദാസന്റെ കഥ ഒന്നോ രണ്ടോ വാക്കിൽ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ദാസന്റെ കഥ പറയുമ്പോൾ കൂടെ കണ്ണീർ പ്രവഹിക്കുന്നു. അത് മനുഷ്യവിധിയുടെ കഥയാണ്. പൊട്ടിയടച്ച കാതുകളിൽ വെള്ളിയാങ്കല്ലിൽ നിന്ന് വരുന്ന കാറ്റിൽ ചന്ദ്രികയുടെ ശബ്ദം. ദാസാ, നീ വെള്ളിയാങ്കല്ലിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവുകൾ അവിടെയായിരുന്നു. വെള്ളിയിൽ തീർത്ത ആ പാറ ജനിമൃതികൾക്കിടയിലെ വിശ്രമ സ്ഥലമാണ്. അവിടെ ആത്മാവുകൾക്ക് ഭാരമില്ല. ഒരു തുമ്പിയെ പോലെ നമുക്കവിടെ പറന്ന് നടക്കാം. ദാസാ, വെള്ളിയാങ്കല്ല് എന്നെ വിളിക്കുന്നു. ജീവിച്ച് ഞാൻ തളർന്നിരിക്കുന്നു. വെള്ളിയാങ്കല്ലുമേ ജീവിതത്തിന്റെ ഭാരമില്ലാതെ ഞാനൊന്ന് വിശ്രമിക്കട്ടെ.
വെള്ളിയാഴ്ച.